ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഒരു രാജ്യവും രാജാവും ഒരുപക്ഷെ ഭാവനയിൽ ഉടലെടുത്ത കഥയായിരിക്കാം. ഒരു രാജ്യം, ആ രാജ്യത്തൊരു രാജാവ്. ആ രാജ്യത്തൊരു പ്രത്യേകതയുണ്ട്. ഒരു വർഷം മാത്രമേ രാജാവായിരിക്കാൻ പറ്റുകയുള്ളൂ. ഒരു വർഷം കഴിഞ്ഞാൽ ആ രാജാവ് വഴിമാറണം, വേറൊരാൾ രാജാവായി തീരണം. ഒരു വർഷം കഴിയുമ്പോൾ ഈ രാജാവിനെ ആ നാട്ടിൽ നിന്നേ കൊണ്ടുപോയി കളയും. ആ നാട്ടിൽ നിന്ന് ദൂരെ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപ് ചുറ്റും സമുദ്രമാണ്. ആ ദ്വീപിൽ രാജാവിനെ കൊണ്ടുപോയി ആക്കും. വളരെ ആഘോഷത്തോടുകൂടിയാണ് പോകുന്നത്. വളരെ ആഡംബരത്തോടെ ആഘോഷത്തോടെ എല്ലാവരും സന്തോഷിച്ച് ആർപ്പ് വിളിച്ച് രാജാവിനെ വളരെ ആദരിച്ച് തന്നെയാണ് കൊണ്ടുപോയി ആക്കുന്നത്. പക്ഷേ രാജാവിന് തിരിച്ചു വരാൻ അനുവാദമില്ല. പിന്നെ അടുത്ത രാജാവ് രാജ്യം വാഴാൻ തുടങ്ങും. അദ്ദേഹത്തിന് ഒരു വർഷം മാത്രം. ഒരു ദിവസം ഇവർ വലിയ ആഘോഷത്തോടെ, വലിയ ആഡംബരത്തോടെ, ആരവാരത്തോടെ, ഒരു വലിയ ഘോഷയാത്ര പോലെ ഈ രാജാവിനെ കൊണ്ടുപോയി ആ ദ്വീപിലാക്കിയിട്ട് അവർ ബോട്ടിൽ തിരിച്ചു വരികയായിരുന്നു. പോരുമ്പോൾ ഒരു ബോട്ട് അപകടത്തിൽ ഒരു ചെറുപ്പക്കാരൻ അവിടെ വെള്ളത്തിൽ കിടക്കുന്നു. മരിച്ചില്ല. മരിക്കേണ്ടതായിരുന്നു, പക്ഷേ മരിച്ചില്ല. ഭാഗ്യം, അവർ ആ ചെറുപ്പക്കാരനെ രക്ഷിച്ചു. അവനെ കൊണ്ടുവന്നു, കരയിലെത്തിച്ചു. കണ്ടപ്പോൾ വളരെ സമർത്ഥനായ ഒരു യുവാവായിട്ട് തോന്നി. നല്ല യോഗ്യനായ യുവാവ്, നല്ല ബുദ്ധിശാലിയായ യുവാവായിട്ട് തോന്നി. അവനോട് പറഞ്ഞു, ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ, നിന്നെ ഞങ്ങൾ ഈ രാജ്യത്തെ രാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവൻ ആദ്യം വൈമനസ്യം കാണിച്ചു. രാജാവാകാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടിക്കൊള്ളാം. അല്ലല്ല, നിന്നെ രാജാവാക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്, നിനക്ക് നല്ലതാണ് രാജാവാകുന്നത്. ഏതായാലും അവൻ രാജാവായി. പക്ഷേ അവനറിയാം ഒരു വർഷത്തേക്കേ ഉള്ളൂ. ഈ ഒരു വർഷം, അവിടുത്തെ പാരമ്പര്യം അതാണല്ലോ, ഈ ഒരു വർഷത്തേക്കേ ഉള്ളൂ, പോക്കാണ്. ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ രാജസ്ഥാനത്ത് നിന്ന് തള്ളപ്പെടും. അവനൊരു കാര്യം ചെയ്തു. അവൻ രാജാവായി കഴിഞ്ഞപ്പോൾ അധികാരമെല്ലാം കിട്ടിയല്ലോ. അവൻ ഈ ദ്വീപ് ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് കൊണ്ടുവിട്ട രാജാക്കന്മാരെല്ലാം വിട്ടിരിക്കുന്ന ആ ദ്വീപ് ഒന്ന് കാണാനായിട്ട് അവനും മന്ത്രിമാരും കുറേ സൈന്യങ്ങളും എല്ലാമായിട്ട് പോയി. അപ്പോഴവിടെ മനുഷ്യരാരുമില്ല. ആ രാജാക്കന്മാരെല്ലാം എല്ലാ അസ്ഥികളായി ചിതറി കിടക്കുകയാണ്. കാരണം അവിടെ കാട്ടുമൃഗങ്ങളാണുള്ളത്. സിംഹവും കരടിയും പുള്ളിപ്പുലിയും കടുവയും എല്ലാം വാഴുന്ന കാടാണ്. ആ ദ്വീപിൽ ഒരു മനുഷ്യനുമില്ല. രാജാവ് തിരിച്ചു വന്ന് വളരെ സമർത്ഥന്മാരായ നല്ല കുറേ ജോലിക്കാരെയും പടയാളികളെയും എല്ലാം പറഞ്ഞു വിട്ടു. നിങ്ങൾ പോയി ആ ദ്വീപിലുള്ള സകല ദുഷ്ടമൃഗങ്ങളെയും നശിപ്പിക്കുക, കൊന്നൊടുക്കുക. ഒരു ദുഷ്ടമൃഗം അവിടെ കാണരുത്. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയും അവിടെ ഉണ്ടാകാൻ പാടില്ല, എല്ലാറ്റിനെയും കൊന്നൊടുക്കണമെന്ന് പറഞ്ഞു. അവർ പോയി കുറേ ദിവസങ്ങളുടെ അധ്വാനം കൊണ്ട് സകല ദുഷ്ടമൃഗങ്ങളെയും കൊന്നൊടുക്കി. ഇദ്ദേഹം ചെന്ന് നോക്കി, രാജാവിനെ സന്ദർശിക്കാമല്ലോ. രാജാവ് പോയി ദ്വീപ് സന്ദർശിച്ചു. ശരിയാണ്, ദുഷ്ടമൃഗങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കൂട്ടം ആളുകൾ വിട്ടു. അവിടെ ധാരാളം കെട്ടിടങ്ങൾ പണിയുക, അവിടെ ധാരാളം കൃഷിയിടങ്ങൾ പണിയുക, നല്ല കൃഷി തുടങ്ങുക. അദ്ദേഹം മേൽത്തരം വിത്തുകളെല്ലാം കൊണ്ടുപോയി അതെല്ലാം അവിടെ ആ നിലങ്ങളെല്ലാം ഒരുക്കി നല്ല ഗാർഡൻസ്, നല്ല പൂന്തോപ്പുകളുണ്ടാക്കി, നല്ല കൃഷി നിലങ്ങളുണ്ടാക്കി, നല്ല രീതിയിൽ കൃഷി ചെയ്തു. നല്ല വിളവെടുപ്പ്, കൊള്ളാം, നന്നായിരിക്കുന്നു. അദ്ദേഹം സംതൃപ്തനായി. കാലങ്ങൾ മുന്നോട്ട് പോയി. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വർഷം തികഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഇദ്ദേഹത്തെ ആഘോഷത്തോടെ അവിടെ കൊണ്ടുപോയി ആക്കാൻ പോവുക. കാരണം ഇദ്ദേഹത്തെ ഇനി രാജ്യം വാഴാനുള്ള അർഹതയില്ല. മറ്റിതിനു മുൻപ് രാജാക്കന്മാരെ ഇങ്ങനെ കൊണ്ടുപോയി ആക്കാൻ നേരത്ത് തീർന്നല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞ് ഏങ്ങലടിച്ച് നിലവിളിച്ചൊക്കെയാണ് രാജാക്കന്മാർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം യവൻ പോകുമ്പോൾ ഒരു പ്രയാസമില്ല, വളരെ സന്തോഷത്തോടെ, വളരെ ആനന്ദത്തോടെയാണ് പോകുന്നത്. അവർ ചോദിച്ചു, അങ്ങെന്താണ് ഈ രാജ്യം വിട്ട് പോകുന്നതിന് നിരാശ വരാത്തത്? അങ്ങക്ക് എന്താണ് പ്രയാസം തോന്നാത്തത്? എന്താണ് അങ്ങക്ക് നല്ല ഉത്സാഹം, നല്ല സന്തോഷം?
അങ്ങോട്ട് പോകാൻ ഇത്ര താല്പര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ അവിടെ ഈ രാജ്യത്ത് വാടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഞാനിവിടെ വരേണ്ടതാണല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ഞാനിവിടെ വേണ്ടതെല്ലാം സജ്ജീകരിച്ചു. ഒരു ദിവസം ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ദുഷ്ടമൃഗങ്ങളെയെല്ലാം ഞാൻ കൊന്നൊടുക്കി. ഞാൻ കൃഷി നിലങ്ങളുണ്ടാക്കി, ഞാൻ പൂന്തോപ്പുകളുണ്ടാക്കി, ഞാൻ നല്ല രീതിയിൽ അവിടെ മനോഹരമായ കെട്ടിടങ്ങൾ പണിതു. അവിടെ എനിക്ക് പോകാൻ പേടിക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിനേക്കാൾ, ഞാനിപ്പോൾ രാജ്യം വാഴുന്ന രാജ്യത്തേക്കാൾ മെച്ചമായ സൗകര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയപ്പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ അങ്ങനെ ഒരു വഴിയുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോയത്. ആ നാട്ടുകാർ, ഇദ്ദേഹം മുൻകൂട്ടി കരുതിയല്ലോ, ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചല്ലോ, അദ്ദേഹം ഈ സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം അദ്ദേഹം തന്നെത്താൻ കണ്ടുപിടിച്ച് ഒരുക്കിയല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. ഇതൊരു ഭാവനയായിരിക്കാം, പക്ഷേ കഥയായിരിക്കാം, അതിൽ നടന്നതാകാൻ സാധ്യതയില്ല. എന്തുമാകട്ടെ, ഒരു വലിയ സത്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സുഖമായി വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം നാം കണ്ടെത്തണം. ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ചെല്ലുന്ന ദേശത്ത് സുഖമായും ക്ഷേമമായും ഐശ്വര്യമായും സമാധാനമായും ജീവിക്കാനുള്ള വഴി നാം ഇവിടെ വെച്ച് നേടണം, ഇവിടെ വെച്ച് കണ്ടെത്തണം. ചെല്ലുന്ന നാട്ടിൽ, നാം ചെല്ലുന്ന നിത്യതയിൽ നമുക്ക് ദോഷം വരുന്നതൊന്നും വരാത്ത വിധത്തിൽ, നമുക്ക് അനർത്ഥം പിണയുന്നതൊന്നും സംഭവിക്കാത്ത വിധത്തിൽ നാം ഇപ്പോഴേ കരുതണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം അത് കരുതണം. കടന്നു ചെല്ലുന്നത് എവിടെ, അവിടെ നമുക്ക് സുഖകരമായി ജീവിക്കാവുന്നതെല്ലാം നാം ഇപ്പോഴേ കരുതി വയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ ജീവിതകാലം താൽക്കാലികമാണ്. ഇതെല്ലാം നാം നിരന്തരം പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ നാം ഒന്ന് സജീവമായി ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു 50 കൊല്ലം മുൻപ് ഈ ഭൂമിയിലുണ്ടായിരുന്ന എത്ര പേരിന്ന് ഈ ഭൂമിയിലുണ്ട്? അല്ല, ഒരു 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന എത്ര പേരുണ്ട് ഈ ഭൂമിയിൽ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന എത്ര പേര് കാണുന്നു ഈ ഭൂമിയിൽ? ഇന്ന് ഭൂമിയിൽ ആളുകളില്ലേ? ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇന്നുള്ള ആരെങ്കിലുമൊക്കെ കാണുമോ? വേണ്ട. ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ആര് കാണും? ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ആരെങ്കിലും കാണുമോ? ഉണ്ട്, കുറേ പേര് കാണും, വാർദ്ധക്യമായി കുറേ പേര് കാണും. ഇന്ന് ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിൽ എല്ലാം ക്ഷണികമാണ്, ക്ഷണിക സൗഭാഗ്യങ്ങളാണ്, ക്ഷണനേരത്തേക്കുള്ള ഇമ്പങ്ങളാണ്, വളരെ താൽക്കാലികമായ സന്തോഷങ്ങളാണ്. ഇതെല്ലാം വിട്ട് ഒരു ദിവസം നാം നിത്യതയിലേക്ക് ചെല്ലേണ്ടി വരും. അതിനുവേണ്ടി നാം കരുതേണ്ടതാണ്. അതിനുവേണ്ടി ഇവിടെ വെച്ച് തന്നെ നാം ഒരുക്കേണ്ടതാണ്, നാം ഒരുങ്ങേണ്ടതാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരേ ഒരു സമയമാണ്, അതിനുള്ള കാലയളവാണ് നമ്മുടെ ഭൗതികമായ ജീവിതകാലം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ. അതുകൊണ്ട് ഈ ഭൗതികമായ ജീവിതകാലം വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഈ ഭൗതികമായ ജീവിതകാലത്ത് ഒരുങ്ങിയില്ലെങ്കിൽ അത് നഷ്ടമാണ്. ഈ ജീവിതകാലം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അത് തീരാ നഷ്ടമാണ്. കാരണം നിത്യത അനന്തതയാണ്. അതിന് അറുതിയില്ല, അന്തമില്ല, അവസാനമില്ല, അതിരില്ല. ആ നിത്യതയിലേക്ക് നാം ഇവിടെ വെച്ച് ഒരുങ്ങണം. അതാണ് വാസ്തവത്തിൽ നമുക്ക് സാധിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമേറിയ കാര്യം. എന്തെല്ലാം സമ്പാദിച്ചാലും എല്ലാം വിട്ടിട്ട് പോകണം. നാം സമ്പാദിക്കുന്നതെല്ലാം, ഭൂമി സമ്പാദിച്ചാലും പണം സമ്പാദിച്ചാലും കുറേയേറെ വസ്തുവകകൾ സമ്പാദിച്ചാലും ബന്ധുബലമുണ്ടായാലും മക്കളുണ്ടായാലും നമ്മുടെ കുടുംബത്തിൽ പല പല സൗകര്യങ്ങളുണ്ടായാലും എല്ലാം വിട്ടിട്ട് പോകണം. പലപ്പോഴും നാം ഇതൊക്കെ അറിയാമെങ്കിൽ പോലും ചിന്തിക്കാറില്ല. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് മാറിപ്പോകേണ്ടവനാണ്. ഒരു നിത്യ വിശ്രമം എനിക്ക് വേണം, ഒരു നിത്യ ശാന്തി എനിക്ക് വേണം, ഒരു നിത്യ സമാധാനം എനിക്ക് വേണം. ഞാൻ കടന്നു ചെല്ലുന്ന നിത്യതയിൽ സമാധാനവും സന്തോഷവും ശാന്തിയും തിങ്ങുന്ന ഒരനുഭവം എനിക്ക് സമ്പാദിക്കണം. അതിനുള്ള കാലയളവ് ഈ ഭൂമിയിൽ എൻ്റെ ആയുഷ്കാലമാണ് താനും. അതുകൊണ്ട് ഈ ഭൂമിയിലെ ആയുഷ്കാലം എനിക്ക് വിലപ്പെട്ടതാണ്. ഈ ഭൂമിയിലെ ആയുസിൻ്റെ കാലം എന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്.
ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. നാം തിരുവചനം വായിക്കുമ്പോൾ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ ഈ വിശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വിശ്രമദേശമുണ്ട്, ഒരു വിശ്രമത്തിൻ്റെ നാടുണ്ട്, ഒരു വിശ്രമത്തിൻ്റെ അനുഭവമുണ്ട്. വിശ്രമം. ഇവിടെ നമ്മിൽ പലർക്കും വിശ്രമമില്ല. ഇവിടെ എന്നും ജോലി തിരക്കാണ്, ഇവിടെ ബദ്ധപ്പാടാണ്. എന്തുമാത്രം കാര്യങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരുന്നത്. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം, പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതം, ആകുലങ്ങളും ആവലാധികളും നിറഞ്ഞ ജീവിതം, യാതനകളും വേദനകളും നിറഞ്ഞ ജീവിതം, രോഗവും കഷ്ടതയും പീഡയും നഷ്ടവുമുള്ള ജീവിതം, അനേകം ഞെരുക്കങ്ങളുള്ള ജീവിതം, ശത്രുത്വങ്ങളുള്ള ജീവിതം, ഭാരപ്പെട്ട് ഞരങ്ങി കഴിയുന്നതായൊരു ജീവിതം, നെടുവീർപ്പെട്ട് അഴലുന്നൊരു ജീവിതം. ഈ ജീവിതം താൽക്കാലികമായ ഈ ജീവിതം, ഇത് കഴിഞ്ഞ് നമുക്കൊരു വിശ്രമം വേണം. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഒരു വിശ്രമത്തിന് ഞാൻ കരുതണ്ടേ എന്ന് ഒരമ്മായിയമ്മ മരുമകളോട് ചോദിക്കുകയാണ്. വായിക്കുക. അനന്തരം അവളുടെ അമ്മായിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? ഞാൻ നിനക്ക് വേണ്ടി ഒരു റെസ്റ്റിംഗ് പ്ലേസ് അന്വേഷിക്കേണ്ടേ? ഒരു വിശ്രമസ്ഥലം ഞാൻ നിനക്ക് വേണ്ടി അന്വേഷിക്കേണ്ടേ? മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? നിനക്ക് നന്നായിരിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നായിരിക്കേണ്ടതിന് ആവശ്യമുണ്ട്. നല്ല കാലം നമുക്ക് ആവശ്യമാണ്. ഒരു ശോഭനമായ കാലം നമുക്ക് ആവശ്യമാണ്. ഇന്നത്തേക്കാൾ ഭേദപ്പെട്ട ഒരു നല്ല നാളെ നമുക്ക് ആവശ്യമാണ്. ഇന്ന് കാര്യം ദുരിതമാണ്. ഇന്ന് കാര്യം പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ഇന്ന് രോഗങ്ങളുണ്ട്. ഇന്ന് ആവലാധികളുണ്ട്. ഇന്ന് എന്തുമാത്രം പ്രതിസന്ധികളിലൂടെയാണ് നാം ഓരോ ദിവസവും കടന്നു പോകുന്നത്. അല്ലേ? നമ്മിൽ പലരും അങ്ങനെയാണ്. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കൂ, എത്രയെത്ര കൊടുമ്പിരിക്കൊണ്ട പ്രശ്നങ്ങളാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നിനക്കൊരു വിശ്രമസ്ഥലം വേണ്ടേ? ആ വിശ്രമസ്ഥലം നീ കരുതണ്ടേ? വിശ്രമസ്ഥലം ഞാൻ നിനക്ക് വേണ്ടി കരുതണ്ടേ? മോളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം കരുതേണ്ടയോ? ദൈവത്തിന് സ്തോത്രം. മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? തിരുവചനം വായിക്കുമ്പോൾ ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ തറഞ്ഞു നിൽക്കും. വിശ്രമം. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിലും ഒരു വാക്യം നമുക്ക് തുടരെ കാണാൻ സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കാം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ജാതികൾ അന്വേഷിച്ചു വരുന്ന ഒരു വിശ്രാമസ്ഥലം. ഇശായിയുടെ വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. മഹത്വമുള്ള ഒരു വിശ്രമസ്ഥലം. ക്രിസ്തുവിനെ അന്വേഷിച്ച് വരുന്നവർ മഹത്വമുള്ള ഒരു വിശ്രമസ്ഥലം കണ്ടെത്തും. ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നവർ ഒരു വിശ്രമസ്ഥലം കണ്ടെത്തും. ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വരുമ്പോൾ ഒരാശ്വാസം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കത് അനുഭവമാണെന്ന് ഞാൻ കരുതട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിശ്രമം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ ആശ്വാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ഭാരങ്ങളെല്ലാം തുറന്നു പറയാൻ, നിങ്ങൾ ഈ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയാൻ, നിങ്ങൾ ഞെരുങ്ങുന്നതായി നിങ്ങളുടെ വിഷമസന്ധികളെല്ലാം തുറന്നു പറയാൻ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് അണയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഏകാന്തമായ സമയങ്ങളിൽ ശാന്തമായി മുട്ടിന്മേൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് ഹൃദയം പകരാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റാരും അടുക്കൽ ഇല്ലാതിരിക്കുമ്പോൾ, ആരും കേൾക്കാനോ കാണാനോ ഇല്ലാതിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് എല്ലാം തുറന്നു പറയാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? എല്ലാം പറയാം. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം പറയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗ്യകരമായ അനുഭവമാണ് കേട്ടോ. എല്ലാം തുറന്നു പറയാൻ പറ്റുക, നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തുറന്നു പറയാൻ, എല്ലാം കേൾക്കാൻ കർത്താവ് തയ്യാറാണ് താനും. എത്ര നേരം പറഞ്ഞാലും കർത്താവ് എഴുന്നേറ്റ് പോകുമെന്ന് പറയില്ല. മതി, തിരക്കുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വേണ്ട എന്ന് പറയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വരിക എന്ന് പറയില്ല. കർത്താവ് ഇരുന്ന് കേൾക്കും. കർത്താവ് കേട്ട് കഴിഞ്ഞ് നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ചില ഏങ്ങലടികളോടെ, ചിലപ്പോൾ ചില വിതുമ്പലുകളോടെ, ചിലപ്പോൾ ചില നെടുവീർപ്പുകളോടെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ തൃക്കരം വന്ന് നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ,
നിങ്ങൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനീര് ഈ ബൈബിളിലെ താളുകളിൽ വീഴാറുണ്ടോ? നിങ്ങൾ ഈ വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏങ്ങലടിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീര് ഈ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ വീണ് നനയാറുണ്ടോ? നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത്, നിങ്ങളൊരു പായിലോ അതല്ലെങ്കിൽ ഒരു തടുക്കിലോ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ആ ഷീറ്റിലോ അല്ലെങ്കിൽ തടുക്കിലോ നിങ്ങളുടെ കണ്ണുനീര് വീഴാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹൃദയം നൊന്ത് കരഞ്ഞ് ഉള്ളു പകർന്നാൽ ആശ്വാസം ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേൾക്കാനൊരാളുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, പ്രാർത്ഥിച്ചാൽ കേൾക്കാനൊരാളുണ്ട്. ഹൃദയ നൊമ്പരങ്ങൾ തുറന്നു പറഞ്ഞാൽ ആശ്വാസം തരാൻ ഒരാളുണ്ട്. നിങ്ങളുടെ ഉള്ളു തുറന്ന് നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ പറഞ്ഞാൽ, നിങ്ങളെ ഇന്ന് വ്യാകുലപ്പെടുത്തുന്നതായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങൾ പറഞ്ഞാൽ എല്ലാറ്റിനും പരിഹാരം തരാൻ ഒരാളുണ്ട്. സർവ്വവല്ലഭനായ ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. നിത്യരാജാധിരാജനായ ക്രിസ്തു, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ അറിയുന്ന കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ ഞാൻ താഴ്മയുള്ളവനാണ്. നിങ്ങളോട് ഞാൻ കോപിക്കുകയില്ല, നിങ്ങളോട് ഞാൻ പരിഭവിക്കുകയില്ല, നിങ്ങളെ ഞാൻ പറഞ്ഞു വിടുകയില്ല, നിങ്ങളെ ഞാൻ ഇറക്കി വിടുകയില്ല, നിങ്ങളെ ഞാൻ ഭ്രഷ്ട് കൽപ്പിക്കുകയില്ല. നിങ്ങളോട് എനിക്ക് സഹതാപമാണ്, നിങ്ങളോട് എനിക്ക് വാത്സല്യമാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എൻ്റെ മുഖം നിങ്ങളേൽക്കൂ. എൻ്റെ ഒരു ചുമലിൽ മുഖം എൻ്റെ ചുമലിൽ മറ്റേ മുഖത്തിൻ്റെ മറ്റേ ഭാഗം നിങ്ങളുടെ ചുമലിൽ. അങ്ങനെ എൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ഏറ്റുകൊണ്ട് എനിക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കൂ. ഞാൻ പോകുന്നതിനോട് ചേർന്ന് നിങ്ങൾ പോകൂ. കാളയെ പൂട്ടി ഒഴുകുമ്പോൾ നിങ്ങൾക്കറിയാം, രണ്ട് കാള ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്, അടുത്തടുത്ത് നിൽക്കുകയാണ്. മുഖം രണ്ടിൻ്റെയും ചുമലിൽ വയ്ക്കുന്നു. ഈ മുഖം വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാളയ്ക്ക് സ്വതന്ത്രമായി പോകാൻ ഒക്കുകയില്ല. ഒരു കാള മറ്റേ കാളയോട് ചേർന്നേ പോകാൻ പറ്റുകയുള്ളൂ. നാം യേശുക്രിസ്തുവിനോട് ചേർന്ന് നുകത്തിൻ കീഴിലാകേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ഡിസിപ്ലിന് നാം വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ അച്ചടക്കത്തിന് നാം വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ അച്ചടക്കത്തിന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ നമ്മിൽ യേശുക്രിസ്തുവിൻ്റെ മുഖം വയ്ക്കുകയും അങ്ങനെ നാം യേശുക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനും നടക്കാനും നാം തയ്യാറാവുകയും ചെയ്യുന്നു. ആ യേശുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി നാം മുമ്പോട്ട് പോകുന്നു. യേശുക്രിസ്തു നമ്മെ നിയന്ത്രിക്കുന്നു, നമ്മുടെ അവയവങ്ങളെ യേശുക്രിസ്തു നിയന്ത്രിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടോ? യേശുക്രിസ്തു അവയവങ്ങളെ നിയന്ത്രിക്കുന്ന അനുഭവം. കണ്ണിൻ്റെ നോട്ടത്തെ നിയന്ത്രിക്കുന്നു. ഞാൻ കാണുന്ന പടങ്ങൾ എന്ത് കർത്താവ് നിയന്ത്രിക്കുന്നു. ഞാൻ കാണുന്ന ചിത്രങ്ങൾ എന്ത് കർത്താവ് നിയന്ത്രിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ മ്ലേച്ഛ ചിത്രങ്ങൾ കാണാൻ വയ്യ, ബ്ലൂ ഫിലിംസ് കാണാൻ വയ്യ, ഇൻ്റർനെറ്റിൽ കടന്നുള്ള ചീത്ത സൈറ്റിൽ പോയി അത് വൃത്തികെട്ട പടങ്ങൾ കാണാൻ വയ്യ. എന്തുകൊണ്ട്? കാരണം യേശുക്രിസ്തു എന്നെ നിയന്ത്രിക്കുന്നു. എൻ്റെ കണ്ണുകൾ അരുതാത്തത് കാണാൻ വിട്ടുകൊടുക്കാൻ പാടില്ല. മ്ലേച്ഛ ചിത്രങ്ങളിലേക്ക് എൻ്റെ മനസ്സ് പോകാൻ പാടില്ല. കണ്ണ് യേശു നിയന്ത്രിക്കുന്നു. എൻ്റെ നാവ് യേശു നിയന്ത്രിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കും, നാവ് യേശു നിയന്ത്രിക്കുന്നുണ്ടോ? അരുതാത്ത വാക്കുകൾ നാവിൽ വരുന്നുണ്ടോ? ആരോടെങ്കിലും കോപിച്ച് സംസാരിക്കുന്നുണ്ടോ? ആരെങ്കിലും തരംതാഴ്ത്തി സംസാരിക്കുന്നുണ്ടോ? ആരെങ്കിലും ദുഷിക്കുന്നുണ്ടോ? പരദൂഷണം വരുന്നുണ്ടോ? റിവൈലിംഗ് എന്ന് പറയുന്ന വാവിഷ്ഠാണം വരുന്നുണ്ടോ? പരദൂഷണം, വാവിഷ്ഠാണം വരുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എല്ലാം നിയന്ത്രിക്കുകയാണ്. ഓരോ അവയവം പ്രതിയായിട്ട് നിയന്ത്രിക്കുന്നു. നമ്മുടെ ഓരോ ചെയ്തികളെയും നിയന്ത്രിക്കുന്നു, ഓരോ വാക്കുകളെയും നിയന്ത്രിക്കുന്നു, ഓരോ ചിന്തകളെയും നിയന്ത്രിക്കുന്നു. ഒരു അത്ഭുത ശക്തി, ഒരു അദൃശ്യ ശക്തി നമ്മുടെ ഹൃദയത്തിൽ വാണുകൊണ്ട് നമ്മെ നേർപ്പാതയിലൂടെ നടത്തുന്നു. ഇത് നിങ്ങൾക്ക് അനുഭവിക്കാം, നിങ്ങൾക്കെല്ലാവർക്കും അനുഭവിക്കാം. അതിന് വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല, അതിന് വേദപുസ്തകജ്ഞാനം വേണമെന്നുമില്ല, അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കാൻ അറിയണമെന്നില്ല, നിങ്ങൾക്ക് പാണ്ഡിത്യം വേണമെന്നില്ല. നിങ്ങൾക്കൊരു എളിയ മനസ്സ് മാത്രം മതി. കർത്താവേ, എന്നെ നീ നിയന്ത്രിക്കണമേ, നിൻ്റെ വിശ്രമത്തിലേക്ക് എന്നെ നയിക്കണമേ. മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ വിശ്രമസ്ഥലം, ദ ഗ്ലോറിയസ് റെസ്റ്റിംഗ് പ്ലേസ്. ഒന്നാമത്തെ വിശ്രമസ്ഥലം, മഹത്വമുള്ള വിശ്രമസ്ഥലം. അത് യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 3-ാം വാക്യം. യഹോവ നിൻ്റെ വ്യസനവും നിൻ്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിൻ്റെ കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുന്ന നാൾ. യഹോവ നിൻ്റെ കഠിനദാസ്യം മാറ്റും, യഹോവ നിനക്ക് വിശ്രമം തരും. നിൻ്റെ വ്യസനം മാറ്റും, നിൻ്റെ കഠിനദാസ്യം മാറ്റും, നിൻ്റെ കഷ്ടതയും നീക്കും. കഷ്ടത നീക്കും,
കഠിന ദാസ്യം മാറ്റും. ദൈവത്തിന് സ്തോത്രം. യഹോവ നിൻ്റെ വ്യസനവും മാറ്റും. വ്യസനവും കഷ്ടതയും കഠിനദാസ്യവും. ഇന്ന് നാം പലരും പല തിന്മകൾക്കും അടിമപ്പെട്ടിരിക്കുന്നു, തിന്മകൾക്ക് ദാസ്യപ്പെട്ടിരിക്കുന്നു, അശുദ്ധിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ആ വ്യസനകരമായ അനുഭവം മാറ്റിത്തരും, കഠിനദാസ്യം മാറ്റിത്തരും, നമ്മുടെ ജീവിതത്തിലെ കഷ്ടത മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. കഷ്ടത മാറ്റുന്നതായ വിശ്രമം, കഠിനദാസ്യം മാറ്റുന്നതായ വിശ്രമം, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യസനം മാറ്റുന്നതായ വിശ്രമം, അതാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയിൽ എവിടെയെല്ലാം വേദനയുണ്ടോ അവിടെയെല്ലാം കർത്താവ് ഓടിച്ചെന്ന് വേദന ശമിപ്പിച്ചത്. വേദന എവിടെയുണ്ടോ, ദുരിതം എവിടെയുണ്ടോ, രോഗം എവിടെയുണ്ടോ, കഷ്ടപ്പാട് എവിടെയുണ്ടോ, യേശുവോടെ ഓടിയെത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാമും അതുപോലെ ആകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നൊട്ടും കുറയാനല്ല. എവിടെ വേദനയുണ്ടോ, എവിടെ വൈഷമ്യങ്ങളുണ്ടോ, എവിടെ പ്രതിസന്ധിയുണ്ടോ, എവിടെ കരച്ചിലുണ്ടോ, എവിടെ യാതനയുണ്ടോ അവിടെ നാം ഓടിപ്പാഞ്ഞെത്തുക. ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ടു പെയിൻ വിത്ത് ദി പെയിൻ ഓഫ് ദ പെയിൻഡ്. വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കുക. ടു പെയിൻ വിത്ത് ദി പെയിൻ ഓഫ് ദ പെയിൻഡ്. ദൈവത്തിന് സ്തോത്രം. വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് നാം വേദനിക്കുക. യഹോവ കഠിനദാസ്യം മാറ്റിത്തരും. നാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായി തീരും. നമ്മുടെ വാക്കുകൾ സൗമ്യതയുടെ വാക്കുകളായിരിക്കും. നമ്മുടെ വാക്കുകൾ മൃദുവായ വാക്കുകളായിരിക്കും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹം പകരുന്ന വാക്കുകളായിരിക്കും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ നേർവഴിക്ക് നടത്തുന്ന വാക്കുകളായിരിക്കും. നമ്മുടെ വാക്കുകൾ തെറ്റിപ്പോകുന്നവരെ നേർവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വാക്കുകളായിരിക്കും. നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ കഠിനമായ തെറ്റിലേക്ക് നീങ്ങിപ്പോകുന്നവനെ ഒന്ന് മൃദുവായി അടിച്ച് നേർവഴിക്ക് കൊണ്ടുവരുന്ന വാക്കുകളായിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ആ വാക്കുകൾ കൂടെ നിഴലിക്കുകയും അനേകരെ നേർപ്പാതയിൽ നയിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മുടെ കഠിനദാസ്യം മാറ്റുന്ന വിശ്രമം, നമ്മുടെ വ്യസനം മാറ്റുന്ന വിശ്രമം, നമ്മുടെ കഷ്ടത മാറ്റുന്ന വിശ്രമം, ദ ഗ്ലോറിയസ് റെസ്റ്റിംഗ് പ്ലേസ്, മഹത്വപൂർണ്ണമായ വിശ്രമസ്ഥലം. നിനക്കൊരു വിശ്രമസ്ഥലം ഞാൻ അന്വേഷിക്കേണ്ടയോ? കർത്താവ് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മഹത്വപൂർണ്ണമായ വിശ്രമസ്ഥലം നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പയ്യെ അടുത്ത് വരാം. നിങ്ങൾ ധ്യാനത്തിൽ ആ വിശ്രമസ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തി നോക്കാം. അത് ഗൗഗുൽത്തായിലെ ക്രൂശിൻ്റെ ചോടടിയാണ്. കർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ പാദപീഠമാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് ആശ വയ്ക്കാം. ആ കുരിശ് ചുവട്ടിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ നിരാശകൾ മാറും പ്രിയരെ. നിങ്ങളുടെ ആകുലങ്ങൾ മാറും, നിങ്ങളുടെ വിരോധങ്ങൾ മാറും, നിങ്ങളുടെ നീരസങ്ങൾ മാറും, നിങ്ങളുടെ കയ്പ് മാറും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. നല്ലപോലെ അറിഞ്ഞാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം നിങ്ങൾ വലഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം നിങ്ങൾ യേശുവിനെ വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ആ ഭാരങ്ങളും പേറിക്കൊണ്ട് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടടിയിലേക്ക് ചെല്ലൂ. അവിടെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ദൈവത്തിന് സ്തോത്രം. കുരിശിൽ കൂടി ഒലിച്ചൊലിച്ച് വരുന്നതായ യേശുവിൻ്റെ തിരുമാറിലെ തിരുരക്തം നിങ്ങളുടെ പാപം മാറ്റും, നിങ്ങളുടെ അശുദ്ധി മാറ്റും, നിങ്ങളുടെ തിന്മ മാറ്റും, നിങ്ങളുടെ ദുഷ്ടത മാറ്റും, നിങ്ങളുടെ വൈരാഗ്യം മാറ്റും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ ഈർഷ്യയും മുഷിച്ചിലും മാറ്റും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ കയ്പും കോപവും മാറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ മ്ലേച്ഛതകൾ മാറ്റും, എല്ലാ തിന്മയും മാറ്റും. ഒരു മനോഹരമായ സമാധാനത്തിന് ജീവിതം നിങ്ങൾക്ക് തരും. ക്രൂസിലെ തിരുരക്തം നിങ്ങളുടെ പാപം മാറ്റും. മഹത്വപൂർണ്ണമായ വിശ്രമസ്ഥലം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് അനുഭവിക്കാം. നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും ഇപ്പോൾ ഇത് നിങ്ങളുടെ കാതുകളിൽ വന്ന് അലയടിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിനോട് പറയാം, കർത്താവേ, എനിക്ക് ആ മഹത്വപൂർണ്ണമായ വിശ്രമസ്ഥലത്ത് എത്തിച്ചേരണം. കുരിശിൻ ചുവട്ടിലേക്ക് ഞാനിതാ വരികയാണ്. കർത്താവേ, കുരിശിൽ കൂടി ഒഴുകി വരുന്നതായ തിരുരക്തം എൻ്റെ നെറ്റിയിൽ ഒരു തുള്ളി പതിയണമേ. ആ തിരുരക്തം എൻ്റെ ശിരസിൽ ഒരു തുള്ളി വീഴണമേ. കർത്താവേ, ആ തിരുരക്തം എൻ്റെ പാപക്കറകൾ കഴുകണമേ. നാളെ ദൂരെ ഒന്നുപോയ പാപങ്ങളെല്ലാം കർത്താവേ നീ എനിക്ക് ക്ഷമിച്ചു തരണമേ. എൻ്റെ പാപങ്ങളെല്ലാം കഴുകി വെടിപ്പാക്കി നാഥ, നീ ഇപ്പോൾ എന്നെ വിശുദ്ധീകരിച്ച് നിൻ്റെ മഹത്വപൂർണ്ണമായ വിശ്രമസ്ഥലത്തിന് എത്തിക്കണമേ. മഹത്വപൂർണ്ണമായ വിശ്രമസ്ഥലം, ദ ഗ്ലോറിയസ് റെസ്റ്റിംഗ് പ്ലേസ്. കർത്താവേ, അതിനുവേണ്ടി ഞാനിതാ തിരുമുൻപാകെ വരികയാണ്. എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ തൊടണമേ, എന്നെ തലോടണമേ. യേശുവേ, എന്നെ നിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റണമേ. എന്നിൽ നിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിക്കണമേ. നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണമേ. മഹത്വപൂർണ്ണമായ വിശ്രമസ്ഥലം കുരിശിൻ ചുവട്ടിൽ കാണുവാനും അനുഭവിക്കുവാനും കർത്താവേ, പാപക്ഷമ നേടിക്കൊണ്ട് നിന്നെ സ്തുതിപ്പാനും നിൻ്റെ ഈ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ.
അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ തന്നെ. ആമീൻ.